ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം 77 ദശകം. ഉപശ്ലോകോൽപത്തിയും ജരാസന്ധയുദ്ധവും. സൈരന്ധ്ര്യസ്തദനുചിരം സ്മരാതുരായ യാതോഭൂ സലളിതമുദ്ധവേന സാർദ്ധം ആവാസം തുതുഭഗമോത്സവം സദൈവ ധ്യായന്ത്യ പ്രതിദിനവാസസഞ്ജികായ. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകം പ്രഭയോദരാം വിവിധമാനസമാതദതി മുദാ രഹസിതാം രമയാഞ്ച കൃഷേ സുഖം. പൃഷ്ടാവരം പുനരസാവവൃണോദ്വരാക്കി ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു സായുജ്യമസ്ത്യുതി വദേദ്ഭുത ഏവ കാമം സാമീപ്യമസ്ത്വനിശമിത്യഭിനാബ്രവീത് കിം. തതോ ഭവാൻ ദേവ നിശാസുഖാസുജിന്മൃഗീദൃശം താം നൃപദം വിനോദയൻ അദാതുപശ്ലോക ഇതി ശ്രുതം സുതം സ നാരദാത് സാത്വതന്ത്രവിദ്ബഭൗ. അക്രൂരമന്ദിരമിതോദബലോദവാഭ്യാമഭ്യർച്ചിതോ ബഹുനുദോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയവൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. വിഗാദാജാമാതു പരമസുഹൃദോ ഭോജനൃപതേർജരാസന്ധേ രുന്ധത്യനവതിരുഷാന്തേതമധുരാം രഥാദൈർദ്യോർലബ്ധൈ കതിഭയബലസ്ത്വം ബലയുധസ്ത്രയോവിംശത്യക്ഷൗഹിണീ തതുപനീതം സമഹൃദാ. ബദ്ധം ബലാദതബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമരസേന മുമോചിതൈനം നിശേഷദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തതോ ഹി ബലപൗരുഷവാംസ്തദാനീം. ഭഗ്നഃ സലഗ്നഹൃദയോऽപി നൃഭ്രൈ പ്രണുനോ യുദ്ധം ത്വയാ വ്യദിത ഷോഡശകൃത്വ ഏവം. അക്ഷൗഹിണീ ശിവശിവാസ്യ ജഗന്ധവിഷ്ണോ സംഭൂയ സൈകനവതി ത്രിശതാം തദാനീം. അഷ്ടാദശോസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ടാ പുരോദയവനം യവനത്രികോട്യാ ത്വഷ്ട്രാവിദാപ്യ പുരമാശുഭയോധി മധ്യേ തത്രാദയോഗബലത സ്വജനാനനൈഷീ. പദ്ഭ്യാം ത്വം പദ്മമാലീ ചകിത ഇവ പുരാ നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേനാനുയാതോ വദ സുഹൃതവിഹീനേന ശൈലേന്ദ്രലൈഷി ന്യലൈഷി. സുപ്തേന അംഘ്ര്യാഹതേന ദ്രുതമത മുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്ത സുലളിതവപുഷാ തസ്തിഷേ ഭക്തിഭാജേ. ഐക്ഷ്വാകോഹം വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വൽപ്രസാദൈകകാംക്ഷി. ഹാ ദേവേതി സ്തുവന്തം വരവിദതിശ്രുതം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേസ്തുല്യാം ച ഭക്തിം ദുദ സകലമലാമോക്ഷമപ്യാശു ദത്വാ. കാര്യം ഹിംസാവിശുദ്ധ്യൈ തപ ഇതി ച തഥാ പ്രാർത്ഥ ലോകപ്രതീത്यै. തദനു മധുരാം ഗത്വാ ഹത്വാ ചമും യവനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യൈഃ പുരേവ നിവാരിത ചരമവിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലധി നഗരീം യാതോ വാതാലയേശ്വര പാഹി മാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം മഹാവിഷ്ണുവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം.
അഖില ഗുരുവായ ശ്രീ ഗുരുവായൂരപ്പനെയും എല്ലാ ഗുരുക്കന്മാരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിലോട്ട് കിടക്കുകയാണ്. ശ്രീമന്നാരായണീയം ദശകം 77 പ്രഭാഷണം പറയാൻ പോകുന്നത്. ഉപശ്ലോകോത്പത്തിയും ജരാസന്ധയുദ്ധവുമാണ് ഈ അധ്യായത്തിൽ, ഈ ദശകത്തിൽ സൈരന്ധ്രീ സംഗമം, അക്രൂര പ്രീണനം, ജരാസന്ധനുമായുള്ള യുദ്ധങ്ങൾ, കാലയവനൻ്റെ കഥ കഴിപ്പിച്ചത്, മുചുകുന്ദനെ അനുഗ്രഹിച്ചത്, ഇതെല്ലാമാണ് ഉള്ളത്. ശ്രീമദ് ഭാഗവതത്തിൽ ദശമത്തിൽ 48 അധ്യായം തൊട്ടുള്ള 4 അധ്യായങ്ങളിലായിട്ട് ഇതെല്ലാം ദീർഘമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. സൈരന്ധ്ര്യാസ്തദനുചിരം സ്മരാതുരായ യാതോ ഭുസലളിതമുദ്ധവേന സാർത്ഥം ആവാസം ത്വദുപഗമോത്സവം സദൈവ ധ്യായന്ത്യാ പ്രതിദിനവാസസജ്ജികായാം. ഉദ്ധവനെ അയച്ച് ഗോകുലവാസികളെ ആശ്വസിപ്പിച്ച ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരുടെ ക്ഷേമമൊക്കെ അറിഞ്ഞിട്ട് സൈരന്ധ്രിയെ സന്തോഷിപ്പിച്ചതും അക്രൂരനെ ആശ്വസിപ്പിച്ചതും അക്രൂരനെ അയച്ച് കുന്തി മുതലായവരെ സമാശ്വസിപ്പിച്ചതുമായ കഥയാണ് ഈ ദശമത്തിൽ 48 അധ്യായത്തിൽ പറയുന്നത്. ഇവിടെ ഉദ്ധവൻ ഗോകുലത്തിൽ നിന്ന് മടങ്ങി വന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് ഏറെ നാളായിട്ട് കാമപീഡ ദുഃഖം അനുഭവിക്കുന്നവളും ഏതു സമയത്തും ഭഗവാൻ കൃഷ്ണൻ വന്നു ചേരും എന്ന ആ ഉത്സവത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവളും ഓരോ ദിവസവും വാസസജ്ജികയായി പ്രവർത്തിക്കുന്നവളുമായ ആ സൈരന്ധ്രിയുടെ വാസസ്ഥലത്തേക്ക് വേഷഭൂഷണങ്ങൾ ചാർത്തി ഉദ്ധവരോടുകൂടി ഭഗവാൻ എഴുന്നള്ളി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപികളുടെ ഭക്തി വിശ്വാസത്തെയൊക്കെ അറിഞ്ഞ ശേഷം കാമവികാരം നിമിത്തം ഏറ്റവും വ്യസനിച്ചിരിക്കുന്ന സൈരന്ധ്രിയെ അനുഗ്രഹിച്ച് അവളുടെ ആഗ്രഹം സാധിപ്പിക്കാനായിട്ടാണ് അവളുടെ ഗൃഹത്തിലേക്ക് വന്നത്. ഈ സൈരന്ധ്രി നമുക്കറിയാം, മധുരാപ്രവേശ സമയത്ത് കൂന നിവർത്തി അനുഗ്രഹിച്ച ആ കുബ്ജയാണ് എന്നുള്ള കാര്യം. ഭഗവാന്റെ വരവ് കാത്തുകൊണ്ടിരിക്കുന്ന സൈരന്ധ്രിയുടെ ഭവനത്തിൽ വിലമതിക്കാൻ കഴിയാത്ത ബഹുവിധ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഭാഗവതത്തിൽ ഇത് ദീർഘമായിട്ട് തന്നെ പറയുന്നുണ്ട്. സുഗന്ധമായ ചന്ദനം, ധൂപം, പൂമാല, കുറിക്കൂട്ട് മുതലായ കാമോദ്ദീപക പദാർത്ഥങ്ങൾ, കിടക്കാൻ മൃദുവായ ശയ്യായിരിക്കാൻ ശ്രേഷ്ഠമായ ആസനം, കണ്ണിന് ആനന്ദകരമായ മേലാപ്പ് മുതലായ വിധാനം തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്നാണ്. ഈ വിധം ഒരുങ്ങിയിരിക്കുന്ന അവളുടെ ഭവനത്തിലേക്ക് ഭഗവാൻ ചെന്നു എന്ന് സാരം. അങ്ങനെ
ഭഗവാൻ വന്നു ചേരുക എന്നതുണ്ടായപ്പോൾ മനോരഥപൂർത്തി വന്നവളും സന്തോഷത്താലും സംഭ്രമത്താലും പോർക്കുങ്കകൾ തുള്ളിത്തുളുമ്പുന്നവളും നാനാവിധ സത്കാരങ്ങൾ പ്രീതിയോടെ നന്നായി ചെയ്തു തുടങ്ങിയവളുമായ ആ സൈരന്ധ്രിയെ അവിടുന്ന് മണിയറയിൽ ചെന്ന് സുഖമായി രമിപ്പിച്ചു. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമപ്രയോധരാം വിവിധമാനമനമാധതീം മുദാ രഹസ്യതാം രമയാഞ്ജകൃഷേ സുഖം. പിന്നെ പിറ്റേന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്ത് വരമാണ് വേണ്ടതെന്ന് ഭഗവാൻ ചോദിച്ചപ്പോൾ ഭാഗ്യഹീനയായ അവൾ ആവശ്യപ്പെട്ടത് ഇനിയും ചില രാത്രികളിൽ അങ്ങുമായുള്ള സംഭോഗസുഖത്തെ മാത്രം മതിയെന്നാണ്. ജ്ഞാനിയാണെങ്കിൽ മാത്രമേ സായുജ്യമുണ്ടാകട്ടെ എന്ന് പറയുകയുള്ളൂ എന്നത് ശരി. എന്നാൽ എപ്പോഴും അങ്ങയുടെ ആ സാമീപ്യം ഉണ്ടാകട്ടെ എന്നെങ്കിലും എന്തേ അവൾ പറയാഞ്ഞത്? അതാണ് ഇവിടെ പറയുന്നത്. സായുജ്യമസ്ത്വിതിവദേദ്ബുധയേവ കാമം സാമീപ്യമസ്ത്വനിശമിത്യവിനാബ്രവീത് കിം. അനന്തരം അവിടുന്ന് ചില രാത്രികളിൽ അവളെ ആവോളം രസിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അങ്ങ് അവൾക്ക് ഒരു പുത്രനെയും നൽകി അവന് ഉപശ്ലോകൻ എന്ന പേര് കൊടുത്തു. ആ ഉപശ്ലോകൻ ശ്രീനാരദ മഹർഷിയിൽ നിന്ന് സാത്വതശാസ്ത്രം പഠിച്ച് പരമയോഗ്യനായി തീർന്നു എന്നാണ്. അതാണ് സ നാരദാത് സാത്വതതന്ത്രവിദ് ബഭൂന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സാത്വതതന്ത്രം എന്താണെന്ന് വെച്ചാൽ, ശ്രീ മഹാവിഷ്ണു ശാണ്ഡില്യ മഹർഷിക്ക് 5 രാത്രികൾ കൊണ്ട് അഭിഗമനം, ഉപാദാനം, യജ്ഞ, സ്വാധ്യായം, യോഗം എന്നീ 5 വിഷയങ്ങൾ ഒരിക്കൽ ഉപദേശിക്കുകയുണ്ടായി. ഇതിനെ പാഞ്ചരാത്രം എന്ന് പറയും. സാത്വതതന്ത്രത്തിൻ്റെ പ്രധാന ഭാഗമാണിത്. അക്രൂര പ്രീണനവും അല്പം മഹാഭാരത കഥയുമാണ് നമ്മൾ ഈ അടുത്ത ശ്ലോകത്തിൽ മേൽപ്പത്തൂർ കാണിക്കുന്നത്. അക്രൂരമന്ദിരമിതോഥ ബലോത്ഥവാഭ്യാം അഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയവൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. പിന്നെ ഒരിക്കൽ അവിടുന്ന് ബലരാമനോടും ഉദ്ധവരോടും കൂടി അക്രൂരൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുകയുണ്ടായി. അക്രൂരൻ അത്യന്തം പ്രീതനായി. എന്നിട്ട് വേണ്ടതുപോലെ സത്കരിക്കുകയും വളരെ സ്തുതിക്കുകയും ചെയ്തു. ഈ അക്രൂരനെ പറഞ്ഞയച്ചിട്ട് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വന്ന പാണ്ഡുപുത്രന്മാരുടെ കഥ മനസ്സിലാക്കി അപ്രകാരം തന്നെ ധൃതരാഷ്ട്രൻ എന്തൊക്കെ കാട്ടുന്നുവെന്നും മനസ്സിലാക്കിയെന്നാണ്. മക്കളുടെ ഭർത്താവും തൻ്റെ ഉറ്റ സുഹൃത്തുമായ ഭോജരാജനെ, അതായത് കംസനെ വധിച്ചതിനാൽ ജരാസന്ധൻ അതിർവിട്ട ശുണ്ഠി വന്ന് സാധ്യാസാധ്യ വിചാരശൂന്യനായിട്ട് മധുരാപുരിയെ വന്ന് നിരോധിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അയച്ചു കിട്ടിയ തേരും സാരഥിയും മറ്റും ഉൾപ്പെട്ട ഒരു ചെറു സൈന്യത്തോടുകൂടി അവിടുന്ന് താനും ബലഭദ്രനുമായി ആ ജരാസന്ധൻ കൂടെ കൊണ്ടുവന്നിരുന്ന 23 അക്ഷൗഹിണി സൈന്യത്തെയും സംഹരിച്ചു കളഞ്ഞു എന്നാണ്. പിന്നെ ബലഭദ്രൻ ബലാത്കാരേണ പിടിച്ചു കിട്ടിയവനും അസാമാന്യ ബലശാലിയുമായ ഈ ജരാസന്ധനെ
വിട്ടയക്കുന്നതായിട്ടാണ് കാണുന്നത്. വീണ്ടും പടകൂട്ടി വരും എന്ന ആ രസം വിചാരിച്ചങ്ങനെ ആ ജരാസന്ധനെ വിട്ടയച്ചു. നിരവശേഷമായ ദിഗ്വിജയം നടത്തി പിടിച്ചെടുത്ത സമസ്ത സൈന്യങ്ങളുള്ള ആ ജരാസന്ധനേക്കാൾ കരുത്തും പൗരുഷവുമുള്ളവനായിട്ട് അക്കാലത്ത് മറ്റാരാണ് ഉണ്ടായിരുന്നത്? അങ്ങനെ തോൽവി പിണഞ്ഞ ആ ജരാസന്ധൻ ആശകെട്ടവനായിട്ട്, എങ്കിലും രാജാക്കന്മാർ അടിക്കടി പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ആദ്യത്തെ പോലെ തന്നെ വീണ്ടും 16 തവണ ഭഗവാനുമായി പടവെട്ടി. ആ യുദ്ധങ്ങളിലായി വിഷ്ണു ജരാസന്ധൻ്റെ ആകെ 391 അക്ഷൗഹിണി സൈന്യത്തെയും അവിടുന്ന് കൊന്നൊടുക്കിയെന്നാണ്. അക്ഷൗഹിണി ശിവശിവാസ്യ ജഘഗ്ന വിഷ്ണോ സംഭൂയ സൈകനവതി ത്രിശതം തദാനീം. 18ാമതും ആ ദുഷ്ടൻ വട്ടം കൂട്ടി വരുമെന്ന വിധം അപ്പോൾ തന്നെ 3 കോടി യവന സൈന്യത്തോടു കൂടിയ കാലയവനെ മുന്നിലും അങ്ങ് കണ്ടിട്ട് എന്ത് ചെയ്തു? കടലിൻ്റെ നടുവിൽ പെട്ടെന്നൊരു പട്ടണം വിശ്വകർമാവിനെ കൊണ്ടുണ്ടാക്കി. എന്നിട്ട് തൻ്റെ ആളുകളെ എല്ലാം യോഗൈശ്വര്യം കൊണ്ട് അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു എന്നാണ്. അഷ്ടാദശേസ്യ സമരേ സമുപേയുഷിത്വം ദൃഷ്ട്വാ പുരോധയവനം യവനത്രികോട്ട്യാ ത്വഷ്ട്രാവിധാപ്യ പുരമാശുപയോധി മധ്യേ തത്രാധയോഗബലദ സ്വജനാനഹനൈഷീം. ഈ യവനൻ, കാലയവനൻ എന്ന് പറയുന്ന ആൾ ഗർഗമഹർഷിയുടെ പുത്രനും ഒരു ജ്യോതിശാസ്ത്രജ്ഞനുമാണ്. ശ്രീകൃഷ്ണനുമായി ഒന്ന് ഏറ്റുമുട്ടുവാൻ ഏറെ നാളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ സമയം ശ്രീനാരദ മഹർഷി ആണ് ശ്രീകൃഷ്ണനെ സംബന്ധിച്ച വിവരമെല്ലാം നൽകിയത്. ഒരു താമരപ്പൂമാല അണിഞ്ഞ അവിടുന്ന് പേടിച്ചവനെ പോലെ മധുരാപുരിയിൽ നിന്നും പുറത്തു കിടന്ന് കാൽനടയായിട്ട് ഓടുവാൻ തുടങ്ങി. ഭഗവാന്റെ തൃക്കൈ കൊണ്ട് മരണമേൽക്കാൻ മാത്രമുള്ള സുഹൃതമില്ലാത്ത ആ കാലയവനൻ വിടാതെ പിന്തുടർന്നു. അപ്പോഴേക്കും ഭഗവാൻ പർവ്വത്തിൽ അല്ലെങ്കിൽ ഒരു ഗുഹയിൽ കിടന്നു വിളിക്കുന്നു. ഈ കാലയവനൻ ഭഗവാന്റെ പിന്നാലെ തന്നെ ഓടി ഓടി ഈ ഗുഹയ്ക്കകത്ത് ചെന്നു. അപ്പോൾ അവിടെ ഒരു ആൾ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. മുചുകുന്ദൻ എന്നും പറഞ്ഞ ഒരു ആൾ കിടന്നുറങ്ങുന്നു. ആ മുകുന്ദനാണെന്ന് കൽപ്പിച്ച് തെറ്റിദ്ധരിച്ച് ആ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മുചുകുന്ദനെ ചവിട്ടി. അവനും യവനൻ തന്നെ തരസാഭസ്മമാക്കിനാണ്. അതായത് ഭക്തിശാലിയായ ഈ രാജാവിന്, ഈ മുചുകുന്ദൻ രാജാവാണ്, ആ മുചുകുന്ദന് അവിടുന്ന് അത്യന്ത സുന്ദര ശരീരനായിട്ട് ഗുഹയ്ക്കുള്ളിൽ ദർശനം കൊടുത്തു എന്നാണ്. ഈ മുചുകുന്ദൻ ഇക്ഷ്വാകു കുലത്തിൽ മാന്ധാതാവിൻ്റെ പുത്രനായിട്ട് ജനിച്ചു. ആ രാജാവ് അസുരന്മാരുമായിട്ട് പോരാടി വളരെ കാലം ദേവന്മാരെ രക്ഷിച്ചു പോന്നു. അങ്ങനെ തുടർച്ചയായി ഉറക്കമിളച്ച് പരിശ്രാന്തനായ ആ മുചുകുന്ദന് ഒടുവിൽ സുഖസ്വരൂപമായ ഒരു വിശ്രമമാണ് ദേവന്മാരെ വരമരുളിയത്. അങ്ങനെയാണ് ഉറങ്ങിക്കൊണ്ടിരുന്ന ആ ഗുഹയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കെ ആരെങ്കിലും ഉണർത്തിയെങ്കിൽ ആ ഉണർന്നവൻ്റെ നോട്ടം തട്ടിയാൽ തന്നെ ഭസ്മമാകുമെന്നും വരത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഈ യവനനാണ് ആമിളി പിണഞ്ഞതെന്നാണ്. അല്ലയോ ഭഗവാനെ, ഞാൻ ഇക്ഷ്വാകു വംശജനായ
ഒരു രാജാവാകുന്നു. രാജാക്കന്മാർക്ക് കിട്ടാവുന്ന എല്ലാ സുഖത്തിലും വെറുപ്പ് വന്നവനുമാകുന്നു. അങ്ങയുടെ പ്രസാദത്തെ ഒന്നിനെ മാത്രമേ ഞാൻ കാക്ഷിക്കുന്നുള്ളൂ എന്ന് എത്രയും പറഞ്ഞ് സ്തുതിക്കുന്ന ആ മുചുകുന്ദനെ വരങ്ങളിലൊന്നും ആഗ്രഹമൊട്ടുമില്ലാത്തവനായി കണ്ടിട്ടും സന്തോഷിച്ച് സകല മാലിന്യത്തെയും നീക്കിക്കളഞ്ഞിട്ടുള്ളതും ആകയാതെ മോക്ഷത്തോട് കിടപിടിക്കുന്നതുമായ ആ ഭക്തിയെയും താമസിയാതെ മോക്ഷത്തെയും അനുഗ്രഹിച്ചറിയിട്ട് ഹിംസാദോഷം തീരുവാനായി തപസ്സു ചെയ്യുക തന്നെ വേണം എന്നും ആലോകർക്ക് വിശ്വാസം വരുവാനായി അപ്പോൾ അങ്ങ് അവിടെ അരുളി ചെയ്തു എന്നാണ്. അതിനുശേഷം മധുരാ നഗരിയിലേക്ക് ഭഗവാൻ പോകുന്നു. തദനു മധുരാം ഗത്വാ ഹത്വാ ചമൂം യവനാഹൃതാം മഗധവദിനാമാർഗേ സൈന്യൈ പുരേവ നിവാരിതഃ ചരമവിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലധിനഗരീം യാതോ വാതാലയേശ്വരപാഹിമാം. അങ്ങനെ ആ മധുരാ നഗരിയിലേക്ക് ചെന്നിട്ട് കാലയവനൻ കൂടെ കൊണ്ടുവന്നിരുന്ന ആ സൈന്യത്തെ എല്ലാം കൊന്നൊടുക്കി. എന്നിട്ട് ദ്വാരകയിലേക്ക് മടങ്ങും വഴിക്കാണ് പണ്ടത്തെ കൂട്ട് ആ ജരാസന്ധൻ അവിടെ പടകൂട്ടി വന്നിട്ട് ഭഗവാനെ തടഞ്ഞത്. ഭഗവാൻ എന്ത് ചെയ്തു? ഒന്ന് അഹങ്കരിച്ചു കൊള്ളട്ടെ എന്ന് വെച്ച് ഈ ജരാസന്ധന് ഒടുക്കത്തേതിൽ ജയം നൽകിയിട്ട് അവിടുന്ന് പിന്തിരിഞ്ഞ് ഓടിക്കളഞ്ഞു എന്നാണ്. അങ്ങനെ ഭഗവാൻ ദ്വാരകയിൽ ചെന്ന് കൂടുകയും ചെയ്തു. ഇങ്ങനെയെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ആ ഗുരുവായൂരപ്പനെ എന്നെ കാത്തരുളണമേ എന്ന് ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുന്നു. അതുപോലെ നമുക്കും ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാൻ നമ്മളെല്ലാം കാത്തരുളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം, ഈ പ്രഭാഷണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഹരേ ഗുരുവായൂരപ്പ ശരണം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.